യാഷ് രാജ് സ്പൈ യൂണിവേഴ്സിലെ ആറാമത്തെ ചിത്രമാണ് വാർ 2. ഹൃതിക് റോഷൻ ജൂനിയർ NTR ചിത്രം ആരാധകർ ഏറ്റെടുത്തു എന്നാണ് ഇപ്പോഴത്തെ ചർച്ചാ വിഷയം. ചിത്രത്തിന്റെ ആദ്യ ദിന കളക്ഷൻ സംബന്ധിച്ച റിപ്പോർട്ടുകൾ പുറത്തുവന്നു. ഹൃതിക് റോഷൻ ജൂനിയർ NTR എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി അയൻ മുഖർജി ഒരുക്കിയ സ്പൈ ആക്ഷൻ ചിത്രമാണ് വാർ 2. ജൂനിയർ NTRന്റെ ബോളിവുഡിലെ അരങ്ങേറ്റ ചിത്രം കൂടിയാണ് വാർ 2. ബോളിവുഡിലെ ഹിറ്റ് സിനിമാറ്റിക് യൂണിവേഴ്സായ യഷ് രാജ് ഫിലിംസിന്റെ സ്പൈ യൂണിവേഴ്സിലെ ഏറ്റവും പുതിയ ചിത്രം ആഘോഷിക്കപ്പെടുകയാണോ എന്നാണ് ഇപ്പോൾ ചർച്ചകൾ നടക്കുന്നത്. 5 സിനിമകളാണ് ഇതുവരെ ഈ യൂണിവേഴ്സിന്റെ ഭാഗമായി പുറത്തിറങ്ങിയിട്ടത്. തിയേറ്ററുകളിലേക്ക് എത്തിയതിന് പിന്നാലെ ആദ്യ പ്രതികരണങ്ങളും സോഷ്യൽ മീഡിയയിൽ നിറയുകയാണ്. മാത്രമല്ല, റിലീസിന് മുന്നേ തന്നെ സിനിമയുടേതായി ഇറങ്ങിയ ടീസറിനും ട്രെയിലറിനും മറ്റ് അപ്ഡേറ്റുകൾക്കും വലിയ വിമർശനം നേരിടേണ്ടി വന്നു. അതും സിനിമയ്ക്ക് തിരിച്ചടിയാകുമോ എന്നൊരാശങ്ക അണിയറ പ്രവർത്തകർക്കും ഹൃതിക് ആരാധകർക്കും ഉണ്ടായിരുന്നു. സിനിമ റിലീസ് ചെയ്തപ്പോഴും സമ്മിശ്ര പ്രതികരണമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. പതിഞ്ഞ താളത്തിലാണ് സിനിമ സഞ്ചരിക്കുന്നതെങ്കിലും പ്രേക്ഷകരെ ആകർഷിക്കാൻ പാകത്തിനുള്ള നിമിഷങ്ങൾ വാർ 2-ലുണ്ടെന്നും ചിലർ അഭിപ്രായങ്ങളിൽ പറയുന്നുണ്ട്. ഇപ്പോഴിതാ വാർ 2-ന്റെ ആദ്യ കളക്ഷൻ റിപ്പോർട്ടുകളും പുറത്തുവരികയാണ്. 52 കോടിക്ക് മുകളിലാണ് ചിത്രം ഇന്ത്യയിൽ നിന്നും സ്വന്തമാക്കിയത്. 29 കോടി ഹിന്ദി ഭാഷയിൽ നിന്നും 1 കോടി തമിഴിൽ നിന്നും 23 കോടി തെലുങ്കിൽ നിന്നും ലഭിച്ചുവെന്നാണ് കണക്കുകൾ പറയുന്നത്. YRF സ്പൈ യൂണിവേഴ്സിലെ സിനിമകളിലെ കണക്കുകൾ വെച്ച് നോക്കുകയാണെങ്കിൽ ഏറ്റവും കുറവ് കളക്ഷനാണ് വാർ 2-വിന് നേടാൻ സാധിച്ചതെന്നും പറയുന്നു. തെലുങ്കിൽ ജൂനിയർ NTR ആരാധകർ ചിത്രം ഏറ്റെടുത്തതിനാൽ മികച്ച കളക്ഷൻ റിപ്പോർട്ടുകളാണെന്നാണ് പറയുന്നത്. പക്ഷേ ബുക്ക് മൈ ഷോയുടെ കണക്കനുസരിച്ച് കൂലി അവസാന മണിക്കൂറിൽ വിറ്റത് 33,000-ലധികം ടിക്കറ്റുകളാണ്. അതേസമയം വാർ 2 വിറ്റിരിക്കുന്നത് 39,000 ടിക്കറ്റുകളുമാണ്. എന്തായാലും വൻ ഹൈപ്പോടെ എത്തിയ 2 ചിത്രങ്ങൾക്കും ആദ്യ ഷോകൾക്കിപ്പുറം സമ്മിശ്ര പ്രതികരണം ലഭിക്കുന്നത് സിനിമാ മേഖലയിലും ആശങ്കയുണ്ടാക്കുന്നുണ്ട്. സിനിമയിലെ ചില സീനുകൾക്ക് ട്രോളും ഇപ്പോൾ ഉയർന്നു കഴിഞ്ഞു. വാർ 2-വിന്റെ ട്രെയിലറിനെയും മേക്കിങ്ങിനും VFX-നും ആക്ഷൻ സീനുകൾക്കും വലിയ രീതിയിലാണ് വിമർശനം ലഭിച്ചത്. മാത്രമല്ല, ഈ സ്പൈ യൂണിവേഴ്സിന്റേതായി നേരത്തെ പുറത്തിറങ്ങിയ സിനിമകളെ ഓർമ്മിപ്പിക്കുന്ന തരത്തിലുള്ള മേക്കിംഗ് ആണ് വാറിന്റേതെന്നും ഔട്ട്ഡേറ്റഡായി തോന്നുന്നുവെന്നും പ്രേക്ഷകരുടെ പ്രതികരണങ്ങളുണ്ട്. എന്തായാലും നേരത്തെ ഇറങ്ങിയ നെഗറ്റീവ് കമന്റുകൾ ചിത്രത്തെ ബാധിച്ചേക്കുമോ എന്ന ആശങ്ക തന്നെയാണ് ഇപ്പോൾ പ്രതിഫലിക്കുന്നത്. അതോടൊപ്പം സിനിമയ്ക്ക് വേണ്ടി നടന്മാർ വാങ്ങിയ പ്രതിഫലത്തിന്റെ കണക്കുകളും സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിരുന്നു. ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും ചെലവേറിയ സ്പൈ ചിത്രമാണ് വാർ 2. 400 കോടി ബജറ്റിൽ ഒരുങ്ങിയ ചിത്രത്തിനായി ജൂനിയർ NTR 70 കോടി രൂപയാണ് പ്രതിഫലമായി വാങ്ങിയത്. ഹൃതിക് റോഷന് 50 കോടിയും സിനിമയുടെ ലാഭവിഹിതവും ലഭിക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട്. അതിനിടെ ഇന്ത്യയിലെ എല്ലാ IMAX സ്ക്രീനുകളിലും റിലീസ് മുതൽ 2 ആഴ്ചത്തേക്ക് വാർ 2 സ്വന്തമാക്കിയെന്ന റിപ്പോർട്ടുകൾ നേരത്തെ ചർച്ചയായിരുന്നു. എന്റർടൈൻമെന്റ് ഡെസ്ക്, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.